എപ്പോഴും നമ്മളത് MLA ആയാലും പിന്നെ ഞങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്മാരുകൾ ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞത് ബിജുക്ക് പോലീസ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. പോലീസ് നിങ്ങൾ കള്ളത്തരം നടക്കുമ്പോൾ കള്ളന്മാർ പോയിട്ട് പിടിക്കുക, കൊലപാതകം നടന്നാൽ കൊലപാതകയെ പിടിക്കുക. ഈ ഡ്രഗ്സ് എന്താ പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഉണ്ടാകേണ്ട ഡ്രഗ്സ് പോലീസ് പിടിക്കുന്നു. വീട്ടിനകത്തുള്ള ബെഡ്റൂമിനകത്തുള്ള ബാത്റൂമിനകത്തുള്ള ഡ്രഗ്സ് നമ്മൾ എങ്ങനെ പിടിക്കാൻ പറ്റും? നമ്മൾ ഈ ഡ്രഗ്സുകളെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഡ്രഗ്സ് കഴിക്കാതിരിക്കാൻ വേണ്ടി കുട്ടികൾക്ക് ബോധിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാമാർ, നാട്ടുകാർ, അച്ഛനമ്മ യുവമാർ തന്നെയാണ് ഇത് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം ആലോചിക്കണം. ഞങ്ങൾക്ക് ഒരു സിസ്റ്റേഴ്സ് ഉണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പം എൻ്റെ ബ്രദർ, എൻ്റെ സിസ്റ്റർ ഈ കാര്യം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അനുവദിക്കാൻ ഈസി ആയിട്ട് ഞങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ ഇത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളെ കുട്ടികളെ മുകളിൽ ഞങ്ങൾ ഓരോ കണ്ണുണ്ടാവും എപ്പോഴും ಅಂತ ഞങ്ങളുടെ നാട്ടുകാരെല്ലാവരും ചിന്തിച്ചാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് പറയാനുള്ളത് വീട്ടിലുള്ള അമ്മമാർ, കുട്ടികളെ ഒരു ബിഹേവിയറിൽ എന്തെങ്കിലും ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അമ്മയ്ക്ക് മനസ്സിലാകാൻ പറ്റും. അങ്ങനെയാണ് അമ്മയുടെ ബന്ധമായിരിക്കും എല്ലാവർക്കും. ചിലപ്പോൾ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും, കുട്ടികൾ അമ്മ മുമ്പിൽ എല്ലാം ഒന്ന് തുറന്നു പറയും. സ്വയം അവർ വലിച്ചിട്ടില്ലെങ്കിലോ അവർ ഈ ഡ്രഗ്സ് ഉപയോഗത്തിൽ വന്നിട്ടില്ലെങ്കിലോ അവരെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്ന് പറഞ്ഞു കൊടുത്താൽ നമ്മൾക്ക് ഇനി എളുപ്പമായിരിക്കും. നിങ്ങളെല്ലാം ആലോചന ചെയ്യണം, എങ്ങനെയാണ് ഡ്രഗ്സ്. ഞാനിവിടെ ഈ ഭാഗത്തിൽ എനിക്കിതൊന്ന് പുതിയ ഒരു പ്രദേശമൊന്നല്ല. 2013-14 ഇവിടെയെല്ലാം വർക്ക് ചെയ്ത് പോയതാ. അന്ന് ഇവിടെ ഒരു ഡ്രഗ്സ് ഇല്ല, അന്ന് ഇവിടെ ഒരു ഗഞ്ച ഇല്ല. എന്നാൽ മാക്സിമം എന്താ പറഞ്ഞാൽ ഒരു സ്മോൾ അടിച്ചിട്ടുള്ള ചെറിയ വിഷയങ്ങളെ ഉണ്ടായിരുന്നു. അല്ലാത്ത ഒരിക്കലൊക്കെ ഇങ്ങനത്തെ MDMA പോലെയുള്ള ഒരു പോയിസണസ് മെറ്റീരിയൽ ഇതുവരെ ആരും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോവിഡ് ശേഷമാണ് പെട്ടെന്ന് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ആലോചിക്കണം, ഒരു MDMA ബാംഗ്ലൂരിൽ ഏതെങ്കിലും ഒരാൾ പർച്ചേസ് ചെയ്താൽ ആകെ ഒരു ഗ്രാമിക്ക് 500 ഗ്രാമോ 500 റുപ്പീസോ 700 റുപ്പീസേ ഉള്ളൂ. ഇവിടെ എത്തിച്ചേരുമ്പോൾ സ്ട്രീറ്റ് പ്രൈസ് 2500-3000 റുപ്പീസാണ് ഒരു ഗ്രാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ KG കണക്കത്തിൽ ഇങ്ങനെ MDMA സേവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ക്യാഷ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. ആ ക്യാഷ് ഒരു ഭാഗം നിങ്ങൾ വെക്കാം. അല്ലാത്ത ഒരു കാര്യമുള്ളത് എന്താണ്? ആരോഗ്യം. നമ്മളെ കുട്ടികളുടെ, നമ്മളെ ഈ വലിക്കേണ്ട ആളുകളുടെ ആരോഗ്യം, മാനസിക ആരോഗ്യം ആൻഡ് ദൈഹിക ആരോഗ്യം 2 പോകുന്നുണ്ട്. മൂന്നാമത്തത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ആരോഗ്യം തന്നെ നശിപ്പിച്ച് പോകുന്നുണ്ട്.